കാട്ടുതീയാൽ പകുതി വെന്ത ശരീരത്തോടുകൂടി ഗോക്കളും ഗോപബാലന്മാരും മാറിയെന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു. അവിടെ നിന്നാണ് ഭഗവാൻ അവരെ ഉദ്ധരിച്ച് വൃന്ദാവനത്തിൽ എത്തിച്ചത്. വൃന്ദാവനത്തിൽ എത്തിച്ചേർന്ന സമയത്ത് അവർ മറ്റൊരു ലോകത്തെത്തിപ്പെട്ടതുപോലെയായി. കാരണം നേരെ അതിന്റെ എതിർ ഭാഗമായിരുന്നു വൃന്ദാവനം. യാതൊരുവിധ താപത്രയത്തിനും സ്ഥാനമില്ലാത്ത വൃന്ദാവനത്തിൽ അവരെല്ലാവരും അതീവ രമ്യരായി തീർന്നു. അവർക്കെല്ലാവർക്കും പഴയതുപോലെയുള്ള ആനന്ദം മനസ്സിൽ അനുഭവപ്പെട്ടു. അത്രമാത്രം സുഖശീതളവും സ്വച്ഛന്തവുമായൊരു ഇടമായിരുന്നു വൃന്ദാവനം. വനം എന്ന് പറയുമ്പോൾ വൃന്ദ എന്ന് പറഞ്ഞാൽ തുളസിച്ചെടിയും ധാരാളമായി ഉള്ള ഒരു സ്ഥലം കൂടിയായിരുന്നു വൃന്ദാവനം. ആ വൃന്ദാവനത്തിൽ വേനൽക്കാലം വന്നെത്തിയെന്നത് മനസ്സിലാകുന്നത് പാതിരി തുടങ്ങിയ വേനൽക്കാലത്ത് മാത്രം പൂക്കുന്ന വൃക്ഷങ്ങൾ പൂത്തതുകൊണ്ട് മാത്രമാണ്. അതല്ലാതെ ഉഷ്ണകാലത്തിൻ്റെതായ യാതൊരു ബുദ്ധിമുട്ടുകളും അവിടെ അനുഭവപ്പെട്ടിരുന്നില്ല. ആ വൃന്ദാവനത്തിൽ എത്തിപ്പെട്ടത് ഭഗവാന്റെ ആ അനുഗ്രഹം ഒന്നുകൊണ്ടാണെന്ന് തിരിച്ചറിഞ്ഞവരെല്ലാവരും ഭഗവാനെ അനേകം പ്രാർത്ഥനകളാൽ സ്തുതിച്ചു. അവരുടെ ആ പ്രാർത്ഥനയെല്ലാം കേട്ട് സർവേശ്വരൻ സ്വച്ഛന്ത സുന്ദരമായ തന്റെ ലീലകൾ ആടിക്കൊണ്ടേയിരുന്നു. എപ്പോഴും മന്ദഹാസം വിരിയുന്ന മുഖത്ത് അതിന്റെ ആ ഭാവപ്രകടനങ്ങൾ തന്നെ മതിയായിരുന്നു അവർക്കേവർക്കും ആശ്വാസമാകാൻ. ആനന്ദം എന്നത് കൃത്യമായി വർണ്ണിക്കുക എന്നത് വളരെ വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അതിനൊരു കൃത്യമായൊരു നിർവചനം ഇല്ല എന്നുള്ളത് തന്നെ. ഓരോരുത്തർക്കും ഓരോ കാലഘട്ടത്തിൽ വ്യത്യസ്ത സംഭവങ്ങളിലായിരിക്കും ആനന്ദം കണ്ടെത്താൻ സാധിക്കുക. അതായത് ഒരു കൊച്ചുകുട്ടിക്ക് ഒരു മിഠായി ലഭിക്കുമ്പോൾ ലഭിക്കുന്ന ആനന്ദമായിരിക്കില്ല ഒരു 30-40 വയസ്സായ ഒരു ലൗകിക വ്യവഹാരങ്ങളിൽ മുഴുകി കഴിയുന്ന ഒരാൾക്ക് ലഭിക്കുന്ന ആനന്ദം. എന്നാൽ പ്രായമാകുമ്പോൾ മറ്റു വസ്തുക്കളിലായിരിക്കും ആനന്ദം. അങ്ങനെ കൃത്യമായൊരു നിർവചനത്തിലൂടെ അല്ലാതെ പല പല അവസ്ഥകളിലും പല പല സംഗതികളിലൂടെ കടന്നു പോകുന്ന ആനന്ദം. പക്ഷേ ഇതൊന്നും ശാശ്വതമല്ലെന്ന് തിരിച്ചറിവ് വരുന്ന നിമിഷം ഏതോ അതാണ് യഥാർത്ഥത്തിലുള്ള ആനന്ദം. ആ സച്ചിദാനന്ദത്തിലേക്ക് എത്താനാണ് നമ്മുടെ എല്ലാവരുടെയും പരിശ്രമം വേണ്ടത്. ഒന്നിലേക്ക് എത്തിപ്പെട്ടാൽ പിന്നെ യാതൊന്നും നേടാനില്ലയോ, അതാണ് ശരിക്കുമുള്ള ആനന്ദം. പൂർണ്ണാശ്രയ ഭാവത്തോടുകൂടി ഭഗവാനെ ശരണം പ്രാപിക്കുന്നവർക്ക് ആ ഭാവസമ്പന്നത തന്നെയാണ് ഏറ്റവും വലിയ പരമസാഫല്യം അല്ലെങ്കിൽ സർവാഭിഷ്ട സിദ്ധി എന്നത്. അതേ അവസ്ഥയാണ് വൃന്ദാവനത്തിൽ ഭഗവാനൊത്ത് കഴിഞ്ഞ ആ ഗോപബാലന്മാർക്കും ഉണ്ടായ അവസ്ഥ. കഴിഞ്ഞുപോയ സർവ്വ ദുരിതങ്ങളും അവർ മറന്നുപോയി. ഭഗവാന്റെ ആ സാമീപ്യം തന്നെ അവർക്ക് ഏറ്റവും വലിയൊരു ആനന്ദമായിരുന്നു. അതിനേക്കാൾ കവിഞ്ഞൊരു ആശ്രയം എന്നത് എങ്ങുമില്ല എന്ന തിരിച്ചറിവാണ് നമുക്കും വേണ്ടത്. വളരെ പ്രത്യേകത നിറഞ്ഞ ഒരു ശ്ലോകമാണ്. കാരണം ഒരു 3 വ്യത്യസ്ത അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന ജീവന്റെ പരിണാമത്തെ വളരെ ഭംഗിയായി ആചാര്യൻ ഇതിൽ കാണിച്ചു തരുന്നു. അതായത് ഒരു മനുഷ്യജീവനിൽ ആസക്തിയുള്ളവനായി തീർന്ന് ഭഗവാനോട് വിമുഖത തോന്നിയവരുടെ ഒരു കാര്യം, അതുപോലെ തന്നെ ഭഗവാനെ ഭജിക്കുന്നവർക്ക് എപ്രകാരം അവരുടെ ദുരിതങ്ങൾ മാറിപ്പോകുന്നു എന്നുള്ള കാര്യം. മൂന്നാമതായി ആ ഭഗവത് അനുഗ്രഹം എന്നത് ജീവിതത്തിൽ എങ്ങനെ പ്രാവർത്തികമാകുന്നു എന്ന കാര്യം. ആദ്യത്തേതിൽ വളരെ താപം ഉള്ള ഉഷ്ണകാലത്തിന്റെ പ്രവർത്തനങ്ങളെ ജീവിതവുമായി ബന്ധപ്പെടുത്തി കാട്ടുന്നു. അതായത് വളരെയധികം ദുരിത ദുഃഖാദികൾ വന്നുപെടുന്ന സമയത്ത് ആ ഉഷ്ണകാലത്തിന്റെ തീവ്രത എന്ന പോലെ അകവും പുറവും ഒരുപോലെ പൊള്ളിക്കുന്ന ആ ദുരിതങ്ങൾ നമുക്ക് ആദ്യം വ്യാധിയും കൂട്ടി ആകുലത കൂട്ടി മനസ്സിന്റെ സമതുലിതാവസ്ഥ നഷ്ടപ്പെടുന്ന സ്ഥിതി. സാധാരണ ഒരു മനുഷ്യജീവൻ എപ്രകാരം വിവിധ അവസ്ഥകളിലൂടെ കടന്നു പോകുന്നു എന്നത് കാണിക്കാനും കൂടിയാണ്. ഉഷ്ണകാലത്തെ കർമ്മഫലമായ ദുരിതങ്ങളോടുകൂടി ചേർത്ത് വായിക്കുമ്പോൾ അതിന്റെ ഓരോ ദുരിതങ്ങളും വന്നുപെടുന്ന നേരത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന ഒരു ജീവൻ, അത് പ്രത്യേകിച്ചും ഭഗവാനോട് വിമുഖത ഉള്ളതാണെങ്കിൽ നമുക്ക് വിപരീതമായ അനുഭവങ്ങൾ ജീവിതത്തിൽ വരും എന്നതിന്റെ കൂടി സൂചന. ആ വിമുഖത വരുമ്പോൾ ആ വർദ്ധിച്ച താപഭാരം നമ്മളെ ബാധിക്കുന്നതോടുകൂടെ ഈ ജീവിതം തന്നെ വഴിമുട്ടിയ അവസ്ഥയിലായി പോകും. എങ്ങനെ മറികടക്കാം എന്നതിനെയാണ് രണ്ടാമത്തെ വരിയിൽ കാട്ടിത്തരുന്നത്.